ലഞ്ച് ബോക്സിനായി കൊടുത്തുവിടാൻ പറ്റിയൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ലഞ്ച് കഴിക്കാൻ മടി കാണിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ റൈസ് അല്പനേരം കുതിർത്ത് വയ്ക്കുക. അപ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡിയാക്കി വയ്ക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ചിക്കൻ വറുക്കാൻ ആവശ്യമായത്, ഒരു സവോള, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, അല്പം മല്ലിയിലയും പുതിനയിലയും, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മല്ലി. ഇത്രയും ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെച്ചതിനു ശേഷം അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിച്ചെടുക്കാം. അരി വേവിക്കുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒരു 1/4 ഭാഗം വേവുന്ന സമയത്ത് ഊറ്റി മാറ്റാം. ചോറ് തണിയുമ്പോഴേക്ക് ഒരു സവോളയുടെ പകുതി അല്പം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണേ. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, വേണ്ടവർ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ചിക്കൻ മസാലയൊക്കെ ചേർത്ത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനായി വറുത്തു കോരിയതിന് ശേഷം ചിക്കൻ വേവിച്ച അതേ എണ്ണയിലേക്ക് നേരത്തെ എടുത്തു വെച്ച സ്പൈസസ് മുഴുവനായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ബാക്കി വെച്ച സവോളയുടെ പകുതിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. അതെൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് തണിയാനായി മാറ്റിവെച്ച ചോറ് പാത്രത്തിലേക്ക് നിരത്തി കൊടുത്ത് അതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത സവോളയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായി അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ അടിപൊളിയാക്കാട്ടോ. ഉച്ചഭക്ഷണം കഴിക്കാൻ എന്നും മടി കാണിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഒന്നുണ്ടാക്കി കൊടുത്താൽ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി അറിയിക്കണേ. കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.